ഈ നാടിന്റെ ഭാവി എന്ന് പറഞ്ഞ് നാളെയിലേക്ക് കരുതി വെക്കാനോ മാറ്റിവെക്കാനോ സമയമില്ലാത്തൊരു കാലത്ത് ഇന്ന് തന്നെ നാദാപുരത്തിന് വലിയ അഭിമാന വിജയം നേടിത്തന്ന ആളുകൾ, ഞാൻ പറയുന്നു എല്ലാ ഏറ്റക്കുറച്ചിലുകൾക്കും അപ്പുറത്തേക്ക് തന്നെ ഞാൻ പറയുന്നു, നിങ്ങളെല്ലാവരും യു ഫോം ദ ഫ്യൂച്ചർ ഓഫ് ദിസ് നേഷൻ. ഈ രാജ്യത്തിന്റെ ഭാവിയെ അതിനെ ഫോം ചെയ്യുന്ന ആളുകളാണ് എന്റെ മുമ്പിൽ ഇരിക്കുന്നത്. നാളെ നിങ്ങളുടെ പാഷൻ ഏത് മേഖലയിലാണെന്ന് നിങ്ങൾ തീരുമാനിക്കാൻ. നമ്മുടെ മുമ്പിലുള്ള അവസരങ്ങളുടെ സ്വഭാവം മാറി, വിദ്യാഭ്യാസത്തിന്റെ സ്വഭാവം മാറി, തൊഴിലിന്റെ സ്വഭാവം മാറി, ടെക്നോളജി എല്ലാത്തിലും മാറ്റങ്ങൾ വരുത്തിക്കൊണ്ടിരിക്കുകയാണ്. നാളെ വിദ്യാഭ്യാസ പ്രക്രിയ എങ്ങനെയായിരിക്കുമെന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. ലോകത്ത് നിലവിലില്ലാത്ത ജോലിക്ക് വേണ്ടി ആളുകളെ പഠിപ്പിക്കാൻ ലോകം തയ്യാറെടുക്കുന്ന ഒരു കാലത്ത് ഫ്യൂച്ചർ എന്നുള്ളത് ആരുടെയും ഡെഫിനിഷനകത്ത് ഒരുക്കി നിർത്താൻ കഴിയാത്ത ഒന്നായി മാറുമ്പോൾ അതിനെങ്ങനെ അപ്രോച്ച് ചെയ്യണമെന്ന് പറയുമ്പോൾ അതിനൊറ്റ ഉത്തരം യുവർ ആറ്റിറ്റ്യൂഡ് മാറ്റേഴ്സ്. നിങ്ങളുടെ ആറ്റിറ്റ്യൂഡാണ് അതിനകത്ത് ഏറ്റവും പ്രധാനമായി വരുന്നത്. നാളെ അൺസർട്ടൺ ആണ്, നാളെ ഉണ്ടാവുന്ന മാറ്റങ്ങൾ അൺസർട്ടൺ ആണ്. ഇന്നലെ ഉണ്ടായ മാറ്റങ്ങളെക്കാൾ വേഗത്തിലാണ് ഇന്ന് മാറ്റങ്ങൾ ഉണ്ടാവുന്നത്. ഇന്നുണ്ടാവുന്ന മാറ്റങ്ങളെക്കാൾ വേഗത്തിലാണ് നാളെയുടെ മാറ്റങ്ങൾ ഉണ്ടാവുന്നത്. ഓപ്പർച്യൂണിറ്റീസ് മാറും, ചലഞ്ചസ് മാറും, സ്കോപ്പ് മാറും, ട്രബിൾസ് മാറും, സ്ട്രഗിൾ മാറും, എല്ലാം മാറുമ്പോൾ then what matters? ഒന്നിനും റെഡിമെയ്ഡ് ആയിട്ടുള്ള ഉത്തരങ്ങളില്ല. how you are going to face the future? അപ്പോൾ എങ്ങനെയാണ് നിങ്ങൾ ഭാവിയെ ഫേസ് ചെയ്യുന്നത്? ഞാൻ ആവർത്തിച്ച് പറഞ്ഞു, ഒരു ആറ്റിറ്റ്യൂഡ് മാറ്റേഴ്സ്. ആ ആറ്റിറ്റ്യൂഡിനെ രൂപപ്പെടുത്തിയെടുക്കുന്ന ഒരു സമയമാണ്. ഇവിടെ ചിലപ്പം വീണ് പോയെന്ന് വരാം, ഇവിടെ വീഴ്ചകൾ ഉണ്ടായെന്ന് വരാം. നാദാപുരത്തിന്റെ MLA ആയി അഭിജിത്ത് മാറുന്നതിന് മുമ്പ് നോർത്തിൽ മത്സരിച്ച് വലിയ വോട്ടിന് പരാജയപ്പെടേണ്ടി വന്ന ഒരു അഭിജിത്ത് ഉണ്ടായിരുന്നു. അവിടുത്തെ മനമടുപ്പല്ല അഭിജിത്തിനെ ഇന്നൊക്കെ എത്തിച്ചത്. അവിടെ പരാജയപ്പെട്ടാലും ആ പരാജയത്തിൽ എഴുന്നേറ്റ് വരാനുള്ള കമ്മിറ്റ്മെന്റ് ആണ് ഇന്ന് അഭിജിത്തിനെ ഇവിടെ എത്തിച്ചിട്ടുള്ളത്. ലൈക്ക് വൈസ് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ഏറ്റെടുക്കുന്ന ഉത്തരവാദിത്തങ്ങളിൽ യു മേ സ്ട്രഗിൾ. നിങ്ങൾക്ക് സ്ട്രഗിൾ ഉണ്ടാവും. എങ്ങനെയാണ് നിങ്ങൾ ഒരാളുടെ സക്സസിനെ ഡിഫൈൻ ചെയ്യുന്നത്? മെറിൻ ജോസഫിന്റെ സക്സസിന്റെ ഡെഫിനിഷൻ IPS എന്ന് പറയുന്ന ആ 3 അക്ഷരങ്ങളല്ല. കൊല്ലം ഷാഫിയുടെ സക്സസിന്റെ ഡെഫിനിഷൻ ഒരു പാട്ട് കേൾക്കുമ്പോൾ വരുന്ന ആയിരങ്ങളുടെ ആ പറയുന്ന പങ്കാളിത്തമല്ല. ജോസഫ് അന്നംകുട്ടി ജോസഫിന്റെ ഈ സക്സസിന്റെ ഡെഫിനിഷൻ എന്ന് പറയുന്നത് അദ്ദേഹം ഒരു മണിക്കൂറിന് അദ്ദേഹത്തിന് നൽകുന്ന ആളുകൾ നൽകുന്ന ആദരവും പണവും ഒന്നുമല്ല. ആ സക്സസിന്റെ എല്ലാം ഡെഫിനിഷൻ എന്ന് ഞാൻ പറയുന്നത് ദ സ്ട്രഗിൾ ബിഹൈൻഡ്. ഒരാളുടെ സക്സസിനെ അളക്കേണ്ടത് ഫെയിമിന്റെ പേരിലല്ല, പദവിയുടെ പേരിലല്ല, കിട്ടുന്ന സൗകര്യങ്ങളുടെ പേരിലല്ല, പണത്തിന്റെ പേരിലല്ല. ഓൾവേസ് സ്റ്റഡി ദ സ്ട്രഗിൾ ബിഹൈൻഡ്. അവിടെ എത്താനുള്ള ജേണിയിൽ അവർ സഹിച്ചിട്ടുള്ള പ്രയാസങ്ങളാണ്, ബുദ്ധിമുട്ടുകളാണ് ആ സക്സസിനെ മെഷർ ചെയ്യുന്ന ഏറ്റവും വലിയ ആയുധമെങ്കിൽ എന്റെ നാദാപുരത്തിന്റെ യുവതയോട് ഞാൻ പറയുന്നു, ഇവിടെ ആദരിക്കപ്പെടുന്നത് നിങ്ങളുടെ മാർക്കിനെയല്ല, നിങ്ങളുടെ സർട്ടിഫിക്കറ്റിനെയല്ല, നിങ്ങളുടെ A+നെയല്ല. ഇവിടെ ആദരിക്കുന്നത് നിങ്ങളുടെ ജേണിയാണ്, നിങ്ങളുടെ സ്ട്രഗിളിനെയാണ്, നിങ്ങളുടെ സാക്രിഫൈസിനെയാണ്. അപ്പൊ ബി പാഷനേറ്റ്. ആ പാഷൻ നിങ്ങൾ തുടരുക. ഇഷ്ടപ്പെട്ട ഏത് മേഖലയിലാണെങ്കിലും ആ പാഷൻ നിങ്ങൾ തുടരുക. ഒരു 15 വയസ്സുകാരന്റെ തലയിലേക്ക് IPLന്റെ ഓറഞ്ച് ക്യാപ്പ് വെച്ചു കൊടുത്തിട്ട് പാറ്റ് കമ്മിൻസിനെ പോലെ ഒരാൾ ഈ ചെക്കന് സ്കൂളിൽ പോയി പഠിച്ചാൽ പോരായിരുന്നു എന്ന് പറയുന്ന വൈഭവ് സൂര്യവംശിമാരുടെ കാലത്തിലാണ് നിങ്ങൾ ഈ നാടിന്റെ ഫ്യൂച്ചറായി മാറുന്നത്. അപ്പൊ അത്തരത്തിലുള്ള ഓപ്പർച്യൂണിറ്റീസ് ആണ് നിങ്ങളുടെ മുമ്പിൽ വരുന്നത്. ഏജ് നിങ്ങൾക്കൊരു തടസ്സമായിട്ട് മാറുന്നില്ല. 1-2 കാര്യങ്ങൾ അതിന്റെ കൂടെ ആഡ് ചെയ്ത് പിടിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അത് മാത്രമാണ് നിങ്ങൾ ചെറിയ ജോസഫിന്റെ ക്ലാസ് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടാവുന്നതാണ്. മെഷീൻസ് നിങ്ങൾക്ക് എല്ലാ ഉത്തരങ്ങളും തരുന്ന ഒരു കാലത്ത് who will wipe your tears? ആരാണ് ഈ നാടിന്റെ കണ്ണീരൊപ്പാൻ പോകുന്നത്? ഉത്തരങ്ങൾ മെഷീൻ തരും, പക്ഷെ കണ്ണീരൊപ്പാൻ മെഷീന് കഴിയില്ല. അതിന് മനുഷ്യൻ തന്നെ വേണം. ടെക്നോളജി വളരും, ഹ്യൂമാനിറ്റി കുറഞ്ഞു പോകാൻ പാടില്ല. അതാണ് ഞാനും നിങ്ങളും ഒരുമിച്ചിരിക്കുന്ന ഈ വേദികൾ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത്. പാരന്റ്സിന്റെ കാര്യമാണെങ്കിലും, ടീച്ചേഴ്സിന്റെ കാര്യമാണെങ്കിലും, ഫ്രണ്ട്സിന്റെ കാര്യമാണെങ്കിലും, ഭിന്നശേഷിക്കാരായിട്ടുള്ള ആളുകളുടെ കാര്യമാണെങ്കിലും, ജീവിതത്തിൽ ചുറ്റുപാടിൽ പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരുടെ കാര്യമാണെങ്കിലും അതിൽ കൺസേൺഡ് ആയിട്ടുള്ള ഒരു തലമുറ ഇവിടുന്ന് വളർന്നു വരിക. ജാതിയുടെയും മതത്തിന്റെയും പേരിലുള്ള വേർതിരിവുകൾക്ക് നിന്നു കൊടുക്കാത്ത ജൻസിയുടെ ഏറ്റവും വലിയ പ്രതീകങ്ങളായി മാറുക. ജാതിയുടെ പേരിൽ, മതത്തിന്റെ പേരിൽ നാളെ ഈ മൈക്ക് വെച്ച് സംസാരിക്കുന്ന ഞാൻ എന്റെ എന്തെങ്കിലും അജണ്ട കൊണ്ട് നിങ്ങളുടെ മുമ്പിൽ വന്നാലും അരുതും ആർജവത്തോടെ പറയുന്നവരായി ഈ തലമുറ മാറുക എന്നുള്ള കാര്യത്തിന് ഒരു സംശയം നമ്മുടെ മുമ്പിൽ ഉണ്ടാവാൻ പാടില്ല.